ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത കരുണയാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നാം എല്ലാവരും വ്യക്തമായ വിശ്വാസമുള്ളവരായിരിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? ഒരിക്കലും നിങ്ങളത് മറക്കരുത്. ഞാൻ യാദൃശ്ചികമായി ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അരികിലേക്ക് വന്നതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരും അത് പൂർണ്ണമായും വിശ്വസിക്കണം. യുഗപരിപാടിയിൽ ദൈവം നമ്മെ ഉൾപ്പെടുത്തി. ദാവീദിനെ വിളിച്ച അതേ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചത്. അപ്പോസ്തലനായ പൗലോസിനെ ശൗലാക്കാനായിട്ട് ശൗലായിരുന്ന പൗലോസ്ലീഹായെ ആ സഭയെ ഉപദ്രവിച്ചിരുന്ന, ജഡത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ശൗലിനെ വിളിച്ച പൗലോസ്ലീഹാക്കാൻ വിളിച്ച അതേ ദൈവം തന്നെയാണ് എന്നെയും വിളിച്ചത്. ഒരിക്കലും അത് മറക്കരുത്. യാദൃശ്ചികമായിട്ട് ഇവിടെ വന്നു ചേർന്നു നിങ്ങൾ ചിന്തിക്കരുത്. വിളിച്ച ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പോരായ്മകളുണ്ടെന്ന്. ഇപ്പോൾ നീറ്റിൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് മാർക്കെല്ലാം വന്നിരിക്കുന്ന സമയം, റിസൾട്ട് വന്നിരിക്കുന്ന സമയം, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തീരെ മാർക്ക് കുറഞ്ഞു പോയി, തുടർന്ന് അഡ്മിഷൻ കിട്ടുകയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കുട്ടികൾ കാണും. അതല്ലെങ്കിൽ ഒരു രോഗം, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ, എവിടെയെങ്കിലും ഒരു പ്രയാസം, അതിന് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബയോപ്സിക്ക് വേണ്ടിയിട്ട് അയച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു ആകുലതയുണ്ടാകും, അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ. എന്നല്ലൊരു വിശ്വാസം, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഉത്തമമായ വിശ്വാസം. എൻ്റെ തലയിൽ നിന്ന് ഒരു മുടി താഴെ വീഴുന്നത് കർത്താവ് അറിയാതെ സംഭവിക്കുകയില്ല. എന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. വിശ്വാസം നമ്മൾ എത്ര പേർക്കുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോഴേക്കും നമുക്ക് അനുകൂലമല്ലാത്ത, നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും ഉടനെ നമുക്ക് വെപ്രാളം. ദൈവം തന്നെ ആയിരിക്കും എന്നെ വിളിച്ചത്. എൻ്റെ പ്രാർത്ഥന അങ്ങനെയാണ്. ഈ കർത്താവ് കേൾക്കാതിരുന്നത് എന്താണ്? ഞാൻ വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചല്ലോ എൻ്റെ രോഗം മാറാനായിട്ട്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, പഠിച്ചു, എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ. മനുഷ്യർ വരാവുന്ന ചിന്തകളാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരാം. പക്ഷെ അപ്പോഴും ഓർത്തോളണം, എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഞാൻ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ്. എന്തെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം ഉണ്ട്. എന്നാൽ എനിക്ക് നല്ല ധൈര്യമാണ്, നല്ല ഉറപ്പാണ്. എന്നെ വിളിച്ചത് ജീവനുള്ള ക്രിസ്തുവാണ്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക്. ബാക്കി വായിച്ചു. ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും, ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറിഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. കേട്ടോ, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന, അനാദികാലം, ജീവനുള്ള ദൈവം അനാദികാല നിർണയത്തിൽ നമ്മെ കണ്ടു. അനാദികാല യുഗം നമ്മാരും ഉണ്ടായിട്ടില്ല. ദൈവം മനുഷ്യൻ സൃഷ്ടിക്കാൻ കാര്യപരിപാടി ഇട്ട കാലത്തിൽ തന്നെ, അനാദികാലത്തിൽ, അന്ന് തന്നെ ദൈവം പൗലോസ്ലീഹായെ, ശൗലിനെ
വിളിച്ച് വേർതിരിച്ച് പൗലോസ്ലീഹായാക്കി മാറ്റുവാൻ ദൈവം നിർണയിച്ചു. എന്ത് ഉറപ്പോടുകൂടിയാണ് അപ്പോസ്തലൻ പറയുന്നത്? ഈ ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏത് പ്രതിസന്ധി വന്നാലും, ഏത് രോഗം വന്നാലും, ഏത് ബാധ്യത വന്നാലും, എന്തെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ആ ഒരു ഉറപ്പ് അതെങ്ങനെ കിട്ടും? ജീവനുള്ള ക്രിസ്തു വരുന്നതാണ് ഉറപ്പ്. അതെങ്ങനെയാണ് കിട്ടേണ്ടത്? അങ്ങനെ ഉറപ്പില്ലാത്തവരാരെങ്കിലും വന്നിട്ടുണ്ടോ? ആ ഉറപ്പ് എനിക്ക് തരണേന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. തിരുവചനം അങ്ങനെയാണ് പറയുന്നത്. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ഔദാര്യമായി തരുന്ന ദൈവം, സൗജന്യമായി തരുന്ന ദൈവം. എല്ലാം സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. ആരുടെ മേന്മ കൊണ്ടല്ല, ആരുടെ മിടുക്ക് കൊണ്ടല്ല, ഔദാര്യമായി തരുന്ന ക്രൂശിലെ സ്നേഹം. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ കേട്ടോ, നമുക്ക് യേശുവിൽ ആശ്രയിച്ചിട്ട് യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. ധൈര്യവും പ്രവേശനവുമുണ്ട്. എന്താണ്? ഒന്ന്, വിശ്വസിക്കണം. ആരിൽ വിശ്വസിക്കണം? ദൈവം എന്നെ വിളിച്ചു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസം വന്നാൽ അവനിൽ ആശ്രയിച്ചിട്ടുള്ള എന്തിനും കർത്താവിൽ ആശ്രയിക്കുന്നു. ഒരു ചെറിയ കാര്യം വന്നാലും കർത്താവിൽ ആശ്രയിക്കുന്നു. ഈ കർത്താവിൽ ആശ്രയിച്ചിട്ടുള്ള എന്ത്? വിശ്വാസത്താൽ എന്തിനും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഏതൊരു ചെറിയ കാര്യം വരുമ്പോഴും ആശ്രയിക്കുന്നു. നാം അങ്ങനെ ആശ്രയിക്കുന്നവരാണോ? ചിന്തിച്ചു നോക്കൂ. ഏതൊരു ചെറിയ കാര്യം വരുമ്പോഴും, നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നാമായിരിക്കും, അങ്ങനെ ആശ്രയിച്ചു വരുമ്പോൾ വിശ്വാസം ലഭിക്കുന്നു, ധൈര്യം ലഭിക്കുന്നു. പിന്നെ എന്താണ്? വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. ഈ വിശ്വാസം വലിയൊരു സമ്പത്താണ്, വലിയൊരു സ്വത്താണ്. ഞാൻ നിങ്ങളോട് വളരെ എളിമയോടെ ചോദിക്കുകയാണ്, എത്ര പേർക്ക് വ്യക്തമായി ഉറപ്പുണ്ട് ദൈവം എന്നെ അനാദികാല നിർണയപ്രകാരം വിളിച്ചു? എനിക്ക് 100% ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ആ ഉറപ്പുണ്ടെങ്കിൽ അറിയാതെ ധൈര്യം വരും, പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. എന്നാൽ ജീവനുള്ള ദൈവം വ്യക്തമായി നമുക്ക് ഉറപ്പ് തന്നിരുന്നു. ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, ഒരിക്കലും ഒരാളെക്കുറിച്ച് ഒരക്ഷരം ഒരു കുറ്റം പറയുകയില്ല എന്നുള്ളൊരു തീരുമാനം. ഒരിക്കലും ആരുടെയും കുറ്റം പറയില്ല എന്നുള്ള തീരുമാനം. ആരോടും കയ്പ് വെച്ചുകൊണ്ടിരിക്കില്ല എന്ന തീരുമാനം. എൻ്റെ ദൈവമേ, അത്ഭുതകരമായി ദൈവം നമ്മെ നടത്താനിടയായി. അവരെല്ലാം നമ്മുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്. ഇവിടെ കൂട്ടായ്മയ്ക്ക് വരുന്നില്ലെങ്കിലും പ്രസംഗം കേൾക്കുന്നുണ്ട്. അവരെല്ലാം ശരിക്കും വിശ്വാസികളായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞത്? നമുക്ക് വ്യക്തമായി ഉറപ്പുണ്ടായിരിക്കണം, എന്നെ ആരാണ് വിളിച്ചത്, ഞാൻ ആരുടെ പിന്നാലെയാണ് പോകുന്നത്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ അത്ഭുത കരുണയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്. എന്നാൽ ഒരു വിശ്വാസം, എന്നെ ദൈവം വിളിച്ചു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം എന്നെ കണ്ടു. ഇതാണ് വിശ്വാസം. ഇന്ന് ഞെരുക്കമുള്ളവരുണ്ട്, ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, പാപത്തിന്മേൽ ജയമില്ലാത്തവരുണ്ട്. അയ്യോ കർത്താവേ, അശുദ്ധ ചിന്ത മാറിപ്പോകുന്നില്ലല്ലോ, എനിക്ക് അശുദ്ധ ചിന്ത വേണമെന്നില്ല, അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല, അറിയാതെ കടന്നു വരുന്നു. കർത്താവ്, ഇതിൽ നിന്നൊരു ജയം കിട്ടുമോ? ഇന്ന് നമ്മിൽ പലരും അങ്ങനെയെല്ലാം ചിന്തിച്ച് എനിക്കൊരു പൂർണ്ണ ജയം കിട്ടുമായിരിക്കുമെന്ന് അങ്ങനെ ആശങ്കപ്പെട്ട് വന്നിട്ടുള്ളവർ കാണും. എന്നാൽ നിങ്ങൾ വിശ്വസിക്കൂ, വിളിച്ച ദൈവം വളരെ കൃത്യമായും വ്യക്തമായും ധാരണയോടുകൂടി തന്നെയാണ് നമ്മെ വിളിച്ചത്. നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കാമെന്നുള്ള ആ ഉറപ്പോടുകൂടി തന്നെയാണ് വിളിച്ചത്. ഇന്നലെ ഞാൻ പെട്ടെന്ന് അവരോട് ചില കാര്യങ്ങൾ മിണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിപ്പാഞ്ഞ് പഴയ കാലങ്ങൾ ഓർമ്മ വന്നു. ദൈവത്തിൻ്റെ ദാസനുണ്ടായിരുന്ന കാലത്ത് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ, സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ, വ്യക്തിപരമായി വാഗ്ദത്തങ്ങൾ കിട്ടിയ കാലങ്ങൾ. എൻ്റെ ദൈവമേ, ഞാൻ അറിയാതെ ഉള്ളം കരഞ്ഞുകൊണ്ട് അതെല്ലാം അവരോട് പങ്കുവയ്ക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ. ഇന്ന് നമുക്ക് വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ നേരിട്ട് കിട്ടുന്നില്ലെങ്കിലും
ഏതെങ്കിലും വ്യക്തികളിലൂടെ കിട്ടുന്നില്ലെങ്കിലും ഭയപ്പെടണ്ട. ഈ തിരുവചനം ഇത് മുഴുവൻ നമുക്കുള്ള വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തു, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു അവരോട്, അന്ന് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നതാണ്, അങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ് ഇപ്പോൾ പറയുകയാണ് ജോണിനോട് ഇങ്ങനെ, അഥവാ കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ എന്നോട് ചോദിച്ച ഏതെങ്കിലും കാര്യം ഞാൻ നിഷേധിച്ചിട്ടുണ്ടോ മകനെ എന്ന്. ഇതൊന്നും മരണം വരെ ഞാൻ മറക്കുകയില്ല, കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ എഴുതിയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് നിരൂപിച്ചു നോക്കൂ. ദൈവത്തോട് ചോദിച്ചതൊന്നും ദൈവം നിഷേധിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിനകത്ത് ഏതെങ്കിലും പ്രാർത്ഥന കേട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നാണോ? ആണോ? അല്ല. എനിക്കറിഞ്ഞുകൂടാ. കാരണം എന്നാൽ എൻ്റെ ജീവനുള്ള ദൈവത്തിനറിയാം. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? എൻ്റെ ജീവനുള്ള ക്രിസ്തു അറിയാതെ ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന്. കാരണം ജീവനുള്ള ക്രിസ്തുവിൻ്റെ അനാദികാല നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണ് ഞാനെന്നുള്ള ഉറപ്പ്. 6 or 7 പ്രാവശ്യം എന്നോട് ദൈവാത്മാവ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ല മകനെ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് നിൽക്കുന്നത്. ഒന്നും ഫലിക്കയില്ലെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ കർത്താവ് എന്ന് പറഞ്ഞ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് പറഞ്ഞു, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കയില്ലെന്ന്. നിങ്ങൾ വിശ്വസിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മുഴുവനും വിശ്വസിക്കണം. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ഈ വചനം മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കണം. ഞാൻ യാദൃശികമായി ക്രിസ്തുവിനെ അറിയാൻ ഇടയായതല്ല എന്ന് വിശ്വസിക്കണം. എൻ്റെ ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസം നമുക്കുണ്ടോ? എത്ര അത്ഭുതകരമായിട്ടാണ് ഓരോരുത്തരെയും കർത്താവ് ഈ കൂട്ടായ്മയിലേക്ക് അടുത്തു കൊണ്ടുവന്ന് ചേർത്തിരുത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന അത്ഭുതങ്ങളുടെ കാലം ഒരിക്കലും തീർന്നു പോയിട്ടില്ല. 2000 വർഷം മുമ്പ് കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചോ അതേപോലെ തന്നെ യേശു ഇന്നും പ്രവർത്തിക്കുകയാണ്. മാറ്റമില്ലാത്തവൻ ഒരുവൻ മാത്രം. മനുഷ്യർ മാറിപ്പോകും, സത്യം. കൂട്ടായ്മകൾ മാറിപ്പോകും. ഇന്ന് നമ്മെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്, ഇന്ന് നാം സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്, നാം അതുപോലെ കരുതുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അവരെല്ലാം മാറിപ്പോയേക്കാം. മക്കൾ മാറിപ്പോയേക്കാം, മാതാപിതാക്കൾ മാറിപ്പോയേക്കാം, ഭാര്യ വിട്ടുപിരിഞ്ഞു പോകും, ഒരു ദിവസം ഭർത്താവ് വിട്ടുപിരിഞ്ഞു പോകും. അവിടെ നമ്മളുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവനല്ല പ്രിയപ്പെട്ട ദൈവജനമേ. നമ്മുടെ കുറ്റം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ദൈവമല്ല, സ്നേഹം മാത്രമായ ദൈവം. ഇന്ന് അതല്ലേ കേട്ടുകൊണ്ടിരുന്നത്, സ്നേഹം. ദൈവം സ്നേഹമാകുന്നു എന്ന്. ഈ സ്നേഹനിധിയായ ക്രിസ്തുവിനെ ഒന്ന് അടുത്തറിയാനിടയായാൽ, ആ സ്നേഹമൊന്ന് ഒരു 10,000 കോടിയിൽ ഒരു അംശമൊന്ന് രുചിക്കാനിടയായാൽ, ഇന്ന് നാം എല്ലാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് ഭാഗ്യം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവനാണെന്നുള്ള ചിന്ത വരുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് കാണാതറിയാവുന്നവരാണ്. എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടോ? ഞാൻ ക്രൂശിക്കപ്പെട്ടോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ആണോ? ക്രിസ്തുവാണോ എന്നിൽ ജീവിക്കുന്നത്? ക്രിസ്തുവാണോ ജോണിൽ ജീവിക്കുന്നത്? ക്രിസ്തുവാണോ ഇവിടെ ഇരിക്കുന്ന നമ്മിൽ ഓരോരുത്തരും ജീവിക്കുന്നത്? വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടോ? ക്രിസ്തുവാണോ എന്നിൽ ജീവിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടോ? എൻ്റെ കൈകാല് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് അടിച്ച ക്രൂശിനോട് ചേർത്ത് അടിച്ചിരിക്കുകയാണോ? എൻ്റെ നെഞ്ച്, എൻ്റെ ഹൃദയം ഇങ്ങനെ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, ക്രൂശിച്ചു വച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം അരുതാത്തതല്ലോ ആഗ്രഹിക്കുമോ? ചിന്തിച്ചു നോക്കി. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
വായിച്ചു വെറുതെ പോയിട്ട് കാര്യമില്ല. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ എന്താണ് താഴേക്ക് വായിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പിന്നെയോ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ. കേട്ടോ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തിനാ ജീവിക്കുന്നേ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്തിനാ ജീവിക്കുന്നേ? ഇവിടെ അനേകരിക്കുന്നുണ്ട്. എന്തിനാ ഞാൻ ജീവിക്കണേ? അനാദികാല നിർണയപ്രകാരം അപ്പോസ്തലനായ പൗലോസിനെ വിളിച്ചപ്പോൾ ജാതികളോട് സുവിശേഷം അറിയിക്കുവാനാണ് ദൈവം പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് അപ്പോസ്തലന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതാണ് അപ്പോസ്തലൻ അങ്ങനെ എഴുതി വെച്ചത്. ഗലാത്യ ക്രിസ്ത്യാനികളോട് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അങ്ങനെയാണോ നമ്മുടെ ജീവിതം? നാം ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടുവോ? ഞാൻ നിങ്ങളിൽ നിന്നും ആരിൽ നിന്നും മാറി നിന്നിട്ട് പറയുകയല്ല, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അങ്ങനെ ക്രിസ്തുവാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്തിനാണ്? വായിക്കൂ, എന്തിനാണ് ജഡത്തിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എന്നെ സ്നേഹിച്ച്, കേട്ടോ, എന്നെ സ്നേഹിച്ച് എന്ന് യുഗപരിപാടിയിൽ എന്നെ ഉൾപ്പെടുത്തി അനാദികാല യുഗം മുതൽ എന്നെ കണ്ട് ഞാൻ ഇങ്ങോട്ട് ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന കാലത്ത്, ഓ എൻ്റെ ദൈവമേ, അനാദികാല യുഗത്തിൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, കേൾക്കൂ പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, മുഴുവനായും വിട്ടുകൊടുത്ത ഈ മർമ്മങ്ങളെല്ലാം നാം അറിയുമ്പോൾ, എനിക്ക് വേണ്ടി മുഴുവനായും ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തു, എനിക്ക് വേണ്ടി മുഴുവനായും വിട്ടുകൊടുത്ത യേശു, അവസാനത്തുള്ള രക്തം വരെ നാം പറയൂലോ, മുഴുവനും എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? ഒരു കാലത്ത് ഞാൻ ദൈവരാജ്യത്തിന് അർഹനാകുകയില്ലായിരുന്നു. ഒരു പാപവും ഞാൻ ചെയ്തില്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ എനിക്ക് എത്തിച്ചേരുക സാധ്യമല്ലായിരുന്നു. ഒരിക്കലും മനുഷ്യന് തന്നെത്താൻ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക സാധ്യമല്ല. എത്ര പുണ്യപ്രവൃത്തി ചെയ്താലും, എത്ര ഭയഭക്തിയോടെ ജീവിച്ചാലും, ഒരു തെറ്റും കൂടാതെ ജീവിച്ചാലും, ലോകപ്രകാരം എത്ര നീതിപൂർവം ജീവിച്ചാലും ഒരിക്കലും എത്തിച്ചേരുക സാധ്യമല്ല. കാരണം എന്താണ്? ആദാമ്യ വർഗത്തിൽ നാം പിറന്നുപോയി. ആദാമ്യ വർഗത്തിൽ പിറന്നാൽ അവരെല്ലാവരും എങ്ങനെയാണ്? എല്ലാവരും പാപികളാണ്. ഒരു പാപം ചെയ്തില്ലെങ്കിലും പാപിയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും പാപിയാണ്. ആ ഒരു ബോധം, എൻ്റെ ദൈവം, എൻ്റെ യേശു എനിക്ക് വേണ്ടി മുഴുവൻ രക്തവും ഊറ്റിത്തന്നു. ഈ ഒരു സ്നേഹം, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, കർത്താവേ, അവിടുന്ന് എന്നെ നോക്കി കരയരുത്, അവിടുന്ന് എന്നെ നോക്കി ദുഃഖിക്കരുത്. ഭൂമിയിൽ ആരും നമ്മുടെ അടുത്തില്ലെന്നിരിക്കട്ടെ, ലോകത്തിൽ ആരും നമ്മെ കാണുന്നില്ല, എന്നാൽ എൻ്റെ യേശു എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ കർത്താവ് എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേക്കും കർത്താവോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിഷമിക്കുന്നത് കാണുമ്പോൾ, ഞാൻ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ, ഞാൻ ആവലാതിപ്പെടുന്നത് കാണുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ആവലാതിപ്പെടുന്നത് കണ്ടേച്ച് കർത്താവ് ഇട്ടിട്ട് പോവുകയല്ല. നിങ്ങളൊന്ന് വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, സത്യമായും ജീവനുള്ള ക്രിസ്തു നമ്മുടെ പിന്നാലെ നടക്കുകയാണ്. ഏതുവിധേനയും നമ്മെ കോരിയെടുക്കുവാൻ, നമ്മെ പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ, അങ്ങനെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി മുഴുവനും രക്തവും ഊറ്റിത്തന്ന യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ നാം ജീവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് പാപത്തിന്മേലുള്ള സമ്പൂർണ്ണ ജയം. ആരോടും പകയില്ലാത്ത ജീവിതം. ആരോടെന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തുകൊള്ളണം പ്രിയപ്പെട്ടവരെ, അവരെയും സ്നേഹിക്കാൻ കഴിയുക. ശാപം പിടിച്ചവൻ ഒരാളെ വിളിക്കുന്നു, അല്ലെങ്കിൽ വേറെ ആളുകളോട് പറയുമ്പോൾ പറയുകയാണ്, ഓ എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ. അങ്ങനെ തോന്നിയാൽ എന്ത് സംഭവിക്കും? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകും. യേശുവിനോടുള്ള സ്നേഹം മാറിപ്പോകും. അറിയാതെ നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകും. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളു നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. എൻ്റെ യേശു അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ്. ഈ എല്ലാം യേശുക്രിസ്തു മൂലം, ഈ എല്ലാം യേശുക്രിസ്തുവിലേക്ക്, എല്ലാം ക്രിസ്തുമയമായ ജീവിതം. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹം അതുണ്ടോ? ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, 9-ാം വാക്യം ഒന്ന് വായിക്കാവോ? 3:9. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ്? ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടാൽ ഞാൻ പുതിയ മനുഷ്യനായിത്തീരും. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളയും. ഇതെല്ലാം പറയുമ്പോൾ ചിന്തിക്കണം, പഴയ മനുഷ്യൻ ഇന്നും പൊങ്ങി വരുന്നുണ്ടോ? പഴയ കോപം ഇന്നും പൊങ്ങി വരുന്നുണ്ടോ? പഴയ ദ്രവ്യാഗ്രഹം ഇന്നും പൊങ്ങി വരുന്നുണ്ടോ?
പഴയ മറ്റുള്ളവരെക്കാൾ ഞാൻ എന്തോ ഒരു അല്പം എന്തെങ്കിലും പ്രത്യേകതയുള്ളവനാണെന്നുള്ള ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ അല്പം ഉയർന്ന നിലവാരത്തിലാണെന്നുള്ള ചിന്ത എങ്ങനെ പൊങ്ങി വരുന്നുണ്ടോ? വായിക്കൂ. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളയുന്നു. അങ്ങനെ ഉരിഞ്ഞു കളഞ്ഞോ പഴയ മനുഷ്യൻ? പഴയ ചിന്താഗതിയാണോ ഇന്നും? പഴയ കോപം വരുന്നു, പഴയ വാശി വരുന്നു, പഴയ വൈരാഗ്യം വരുന്നു. എന്നെങ്ങോ കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുകയോ ഏതെങ്കിലും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളുകളോട് അറിയാതെ ഉള്ളിനങ്ങ് അന്തരാളത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസം പാടില്ല. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ എങ്ങനെയായിരിക്കും? 3:1 മുതൽ, കൊലോസ്യർ 3:1 മുതലൊന്ന് വായിക്കൂ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കും. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. കേട്ടോ, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നിങ്ങളൊരാളെ കാണുമ്പോൾ എവിടെ ആരെ കണ്ടാലും ഏത് സ്ഥലത്ത് വെച്ച് കണ്ടാലും, എയർപോർട്ടിൽ വെച്ചായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ രംഗത്ത് വെച്ചായിക്കൊള്ളട്ടെ. കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവവൈതൽ എന്നെ വിളിച്ചു. സാറേ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, ഞാനൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ആ സ്നേഹം എന്താണ് പറഞ്ഞത്? ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയെങ്കിലും ഒരാളെ വിളിച്ച് രക്ഷിക്കണമെന്നുള്ള ചിന്ത. ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉയരത്തിലുള്ള ചിന്തിക്കുന്നതാണ് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റോ? നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേറ്റോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, അന്വേഷിപ്പിൻ. ഉയരത്തിലുള്ളതാണോ അന്വേഷിക്കുക? എന്താണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ പറയുന്നത്? അതുകൊണ്ട് ജോലിയെല്ലാം നിർത്തി, എല്ലാ പരിപാടിയും നിർത്തി, കാര്യപരിപാടിയെല്ലാം നിർത്തി. സ്ത്രീകൾ ഇനി അടുക്കളയിൽ കയറുന്നില്ല, കാലത്ത് എഴുന്നേറ്റ് ഉടനെ തന്നെ വീട് കയറാൻ പോകുന്നു. അതല്ലെങ്കിൽ ഇനി ജോലിക്ക് പോയിട്ട് കാര്യമില്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇനി ജോലിക്കൊന്നും പോകുന്നില്ല. പഠിക്കണ പിള്ളേർ ഇനി പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഇനി എന്തിനാണ് പഠിക്കണത്, ഞാൻ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പോകല്ലേ, ഞാൻ ഇനി മുഴുവൻ സമയവും ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നടക്കുകയാണ്. ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന കാര്യമല്ല പറഞ്ഞു. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറഞ്ഞ എന്താണ്? ദൈവരാജ്യത്തിലേക്ക് അനേകരെ ഏതുവിധേനയും എത്തിക്കണമെന്നുള്ള കൊതിയും ആഗ്രഹവും വരും. നിങ്ങളും ചിന്തിച്ചു നോക്കൂ. ഇന്നലെ ഒരു ദിവസം നമുക്ക് കിട്ടി. നാം ആരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ആരോടെല്ലാം വേണ്ടി നമ്മളുമായിട്ട് എത്രയോ ആളുകൾ ഇടപെട്ടു, എത്രയോ മനുഷ്യരോട് നാം സംസാരിച്ചു. നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടിയ ആളുകൾ, ഉള്ളിൽ അടങ്ങാനാവാത്ത ആഗ്രഹം, അവർ പോകുന്ന നിത്യ നരകത്തിലേക്കാണെന്നുള്ള ചിന്ത. ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ മൂഢരെ പോലെ നിത്യ നരകത്തിലേക്ക് പോകണം. വഴിയറിയാതെ നടക്കുകയാണ്. അനേകർക്ക് വഴി അറിഞ്ഞുകൂടാ. ഇന്നലെയുടെ വചനം പറഞ്ഞപ്പോൾ പലരും വന്നിട്ടുണ്ട്, ഒന്നും പിടികിട്ടുന്നില്ല. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തരാണവർ, പള്ളിയിൽ പോകുന്നവരാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്, പക്ഷെ ഒന്നും അറിഞ്ഞുകൂടാ. ആരാണ് ക്രിസ്തു? എന്താണ് ക്രൂസിലെ സ്നേഹം? എങ്ങനെയാണ് പിശാചുണ്ടായത്? ഈ ദൈവം ആരാണ്? അത്യുന്നതനായ ദൈവം ആരാണ്? ഈ ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? ക്രൂസിൽ എന്താണ് ചെയ്തത്? യേശു വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരും പറയും വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു എനിക്ക് വേണ്ടി പെടഞ്ഞ് മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചിലർ പറയും യേശു എനിക്ക് വേണ്ടി മരിച്ചു. എന്തിനു മരിച്ചു? അറിഞ്ഞുകൂടാ. അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നും അറിയാതെ, വഴിയറിയാതെ കണ്ണുകുരുടന്മാരായിട്ട് നടക്കുന്നു. ചടങ്ങ് പോലെ പള്ളിയിൽ പോകുന്നു. ഞാൻ ഒന്നിനെയും കുറ്റപ്പെടുത്തിയല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുകയാണ്, ദൈവം എല്ലാം ചിന്തിച്ച മനുഷ്യനായിരുന്നില്ല. ഞാൻ പള്ളിയിൽ പോയിരുന്നു, ആരാധനയിൽ സംബന്ധിച്ചിരുന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചു, എല്ലാം ചെയ്തു. പക്ഷെ ജീവനുള്ള ദൈവം ജീവിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്നോ? ഇല്ല. എന്നാൽ നാം ഭാഗ്യശാലികളാണ്. ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടെത്താനിടയായി. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണമെന്നുള്ള കൊതി നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ള ചിന്തിക്കും. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തും. ഏതുവിധേനും എനിക്ക് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താലും എന്നുള്ള ആ കൊതി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് വരും. എല്ലായിടത്തും ഉറക്കപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ല പറഞ്ഞത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇരിക്കുന്ന ഒരു ദൈവവൈതൽ എന്നോട് പറഞ്ഞു, ക്രിസ്തുവിനെ വിട്ട് അവർ ശരിയായ ഭക്തിയുടെ മാർഗത്തിൽ നിന്നതാണ്. യേശുവിനെ അനുഭവിച്ച ഒരു കുഞ്ഞായിരുന്നു. എന്നാൽ അവർ ഈ മതത്തിൽ നിന്ന് തന്നെ വിട്ടുപോയി. എന്നാൽ
ആ കാര്യം ഞങ്ങളുടെ അടുത്ത് വന്ന് പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യാനിടയായി. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ തന്നെ ഈ കാര്യം തന്നെ വെച്ചോണ്ട്, ഈ വ്യക്തിയുടെ പേര് മാത്രം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടി വന്നു, എല്ലാ മണിക്കൂറുകൾ 2-3 മണിക്കൂർ ഇന്ന് സംസാരിച്ചു. ഞാൻ കണ്ടു, എങ്ങലടിച്ച് കരഞ്ഞുണ്ട്. അയ്യോ, ഇനി ഒരിക്കലും എന്നാൽ എന്തു പറഞ്ഞു, ഇനി ഒരു കാലത്ത് ഞാൻ ക്രൂശിലെ സ്നേഹം വിട്ടിട്ട് എങ്ങോട്ടും പോവുകയില്ല എന്ന്. ക്രൂശിലെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം, അത്യുദാത്തമായ സ്നേഹം, ആരെയും തള്ളിക്കളയാത്ത സ്നേഹം, എല്ലാവരോടും ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാവരെയും പൊറുക്കുന്ന സ്നേഹം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സ്നേഹം കർത്താവ് നമ്മളിൽ ചൊരിഞ്ഞതുകൊണ്ടല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്. നാം ചെയ്ത ഏതെങ്കിലും പാപങ്ങൾക്കൊത്തവണ്ണം ദൈവം നമ്മോട് പകരം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പാപിയെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയില്ലായിരുന്നു. എന്നാൽ സ്നേഹവാനായ ദൈവം, ആ സ്നേഹത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്നല്ലോ. സ്നേഹം, ആ ക്രൂശിലെ സ്നേഹം, ആ സ്നേഹം ഉള്ളിൽ വന്നാലുണ്ടല്ലോ, ഒരിക്കലും പിന്നെ മറ്റുള്ളവർ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നിരിക്കട്ടെ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റ് ചെയ്തു, മഹാപാപം ചെയ്തു, ഒരിക്കലും നമ്മൾ കേട്ട് അതുപോലെ വലിയ പാപം എന്ന് പറയുന്ന വലിയ തെറ്റിലേക്ക് പോയി, അവരോടും കരുണയാണ്, അവരോട് സ്നേഹമാണ്. പാപത്തോട് സ്നേഹമാണെന്നല്ല പറഞ്ഞത്, പാപം ചെയ്ത വ്യക്തിയോട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പാപം, അറിയപ്പെടുന്ന ഒരു പാപം ഒരാളുടെ ജീവിതത്തിൽ വന്നു, നിങ്ങളത് അറിഞ്ഞു, മനസ്സിലാക്കി, അത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ട് കിട്ടി, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കാനിടയായി, ഒരു മദ്യപാനത്തിൽ കുടുങ്ങിയ ഒരാൾ പോയി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗണിയിൽപ്പെട്ട് പോയി, അത് ഏതെങ്കിലും ഒരു അഴുക്ക് ജീവിതത്തിലേക്ക് പോയി, അവരോട് ആരോടും എന്തില്ല, അവരോട് മുൻവിധിയില്ല. എങ്ങനെയെങ്കിലും അവരെയും ക്രൂശിലെ സ്നേഹത്തിലേക്ക് എങ്ങനെയും കൊണ്ടുവരണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്ന അതേ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു. എന്താണ് തിരുവചനം പറയുന്നു? ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ? ഒരു പാപം ചെയ്യുന്ന മനുഷ്യനാണ് ദുഷ്ടൻ, പാപം ചെയ്യുന്നവൻ പാപി. ആ പാപി നശിക്കണമെന്ന് ഒരു കാലത്തും ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊന്ന് ഉണരൂ പ്രിയപ്പെട്ടവരെ. എത്ര പേരെ നമുക്ക് നേടാൻ കഴിയും? ഒരിക്കലും ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല. ഇത് കൃപായുഗമാണ്. എത്ര പാപം ചെയ്ത പാപിക്കും പാപമോചനം സാധ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് വന്നാൽ എങ്ങനെയാണെന്നറിയാമോ? ആരെയും മുൻവിധിയോടെ കാണുന്നില്ല. ഇനി അവനെ വിളിച്ചിട്ട് കാര്യമില്ല, ഇനി അവൻ ഏതെങ്കിലും വഴിക്ക് പോയിക്കൊള്ളട്ടെ, അവൻ ഇന്ന പാപത്തിൽ കുടുങ്ങിയവനല്ലേ, അല്ലെങ്കിൽ പ്രകടമായി ഇന്ന കാര്യത്തിൽ പോയവനല്ലേ. ഇല്ല, ചിന്തയില്ല. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം എന്താണ്? ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും പ്രസാദമുണ്ടോ? അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിയണമെന്നല്ലയോ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. ജീവനുള്ള ദൈവം എന്നും നാം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരികയാണ്. നാം തള്ളി പറഞ്ഞു പോകുമ്പോൾ, എനിക്കിനി ക്രൂശിൻ്റെ വഴി വേണ്ട, എനിക്ക് യേശുക്രിസ്തുവിന് പിന്നാലെ പോകണ്ട, ഞാൻ പടകും വലയും വിട്ടിട്ട് പോവുകയാണ്, എനിക്കിനി പഴയ തൊഴിലേക്ക് പോവുകയാണ്, ലോകപ്രകാരം എനിക്ക് ജീവിച്ചാൽ മതി. പറഞ്ഞു കേട്ടില്ലേ? കുഞ്ഞു പറഞ്ഞില്ലേ, അറിയാതെ പിശാച് വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോഴേക്കും ക്രൂശിലെ സ്നേഹമാണ് പ്രിയപ്പെട്ട മോളയുടെ പിന്നാലെ നടന്നുകൊണ്ട്, ഈ മോൾക്ക് വരാൻ പോകുന്ന സൗഭാഗ്യം കർത്താവ് കണ്ടുകൊണ്ട്, ഈ മോൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് പിന്നാലെ നടന്നുകൊണ്ട് ആരെയും തള്ളിക്കളയാത്ത ക്രൂശിലെ സ്നേഹം, ആ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ നമ്മെ ഓരോരുത്തരെയും ഇന്നുവരെ ഇവിടെ ആക്കി നിർത്തിയിരിക്കുന്നത്. ആ ക്രൂശിലെ സ്നേഹം, ആരോടും പരിഭവമില്ലാത്ത സ്നേഹം, ആരെയും മുൻവിധിയോടെ കാണാത്ത സ്നേഹം, ആരെയും തള്ളിക്കളയാത്ത സ്നേഹം. എന്തെല്ലാം തെറ്റുകൾ ചെയ്തവരെയും തള്ളിക്കളയുന്നില്ല, അവരെങ്ങനെയെങ്കിലും ക്രൂശിലെ സ്നേഹത്തിലേക്ക് ആകർഷിക്കണമെന്നുള്ള അടങ്ങാനാവാത്ത ആഗ്രഹം. അതാണ് ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടാൽ, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റാൽ നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഇന്നും കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അത് എവിടെ പറയുകയാണ്? 3:12 പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ് അവർക്ക് എന്തുണ്ടാവും? മനസ്സലിവുണ്ടാകും. കഠിന ഹൃദയത്തിന് ഉടമകളാണോ നിങ്ങൾ ആരെങ്കിലും? എന്ത് കേട്ടാലും കരയില്ലാത്ത മനുഷ്യരുണ്ട്. എന്തെല്ലാം പറഞ്ഞിട്ടില്ല, അവരുടെ ഹൃദയം നുറുങ്ങുകയില്ല. എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഒരു കല്ലിനോട് പറയും പോലെ കേട്ടോണ്ടിരിക്കും, ഒരു തൂണിനോട് പറയും പോലെ കേട്ടോണ്ടിരിക്കും. പക്ഷെ ഒന്നും ഹൃദയം തകരുകയില്ല. എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ ഉള്ളിൽ വന്ന് തറയ്ക്കുമ്പോൾ ഹൃദയം പൊട്ടി തകരും. അങ്ങനെ തകരുന്നില്ലെങ്കിൽ ഒരു കാര്യം ദയവായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കോളൂ. ഏതെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും വിട്ടു
വിട്ടുപിരിയാൻ പാടില്ലാത്ത, പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ആരും അറിയാത്ത പാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്ന് 100 വട്ടം സത്യമാണ്. അത് വിട്ടുപിരിയാൻ മനസ്സില്ലെങ്കിൽ ഹൃദയം തകരുകയില്ല. ഹൃദയം നുറുങ്ങിയാൽ കർത്താവ് അരികിലേക്ക് വരും. ഹൃദയം നുറുങ്ങിയാൽ തിരുരക്തം ആ വിടവിലൂടെ ഉള്ളിലേക്ക് കടന്നു വരും. പുതിയ സൃഷ്ടിയായി തീരും. ക്രിസ്തുവിനോടുകൂടെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളയും. പുതിയ മനുഷ്യനെ ധരിക്കണമെന്നുള്ള കൊതി വരും. അപ്പോൾ എന്ത് വരും? ഹൃദയത്തിൽ എന്ത് വരും? മനസ്സലിവ് വരും. എല്ലാവരോടും മനസ്സലിവ്. ഇങ്ങനെയാണോ? ചിന്തിച്ചു നോക്കൂ. മനസ്സലിവ്, എല്ലാവരോടും ദയ, പിന്നെയോ താഴ്മ. ഞാൻ ആരെക്കാളും മുകളിലാണെന്നുള്ള ചിന്തയല്ല. യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എങ്കിൽ, ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. മനസ്സലിവ് വരുന്നു, ദയ വരുന്നു, താഴ്മ വരുന്നു, സൗമ്യത വരുന്നു, ദീർഘക്ഷമ വരുന്നു എന്നിവ ധരിച്ചുകൊണ്ട്, അടുത്ത വാക്ക് എന്താണ്? അന്യോന്യം പൊറുക്കുകയും. ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായി, ഭർത്താവും ഭാര്യയും തമ്മിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞാൻ പറഞ്ഞതാണ് ശരി, പാടില്ല, അവിടെ അങ്ങ് താണു കൊടുത്തേക്കണം. അയ്യോ, അങ്ങ് ഓടിപ്പോയി അങ്ങ് പറഞ്ഞ് പ്രശ്നം തീർത്തേക്കണം. അത് വെച്ചോണ്ട് മുമ്പോട്ട് പോകരുത്. മനസ്സലിവ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും, ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ എന്നും പ്രാർത്ഥിക്കുന്ന സ്വർഗസ്ഥനായ പിതാവേ ചെല്ലും, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമെന്ന്. ക്ഷമിച്ചില്ലെങ്കിലോ ക്ഷമ കിട്ടില്ല, ഒരിക്കലും ക്ഷമ കിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇന്ന് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് പോകണം, പുതിയ സൃഷ്ടിയായി പോകണം. ഇന്ന് എന്നേക്കുമായി പാപത്തോട് യാത്ര പറയണം. പ്രിയപ്പെട്ടവരെ, നാം കാണുന്നു, എന്നാണ് ഏത് സമയത്ത് മരിക്കും അറിയാൻ പാടില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 241 പേര് ഒറ്റയടിക്ക് ഒരു സെക്കൻഡിനുള്ളിൽ പൊട്ടിത്തെറിച്ചു. അവരാരെങ്കിലും ചിന്തിച്ചതാണോ? ആരെങ്കിലും ചിന്തിച്ച് കാണുമോ? അവർ എത്രയോ പേര്, 10-30 പേര് UK പൗരന്മാരുണ്ടായിരുന്നു, പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. നമ്മുടെ മക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ, നാം ആരെങ്കിലും അതിനകത്തുണ്ടായിരുന്നെങ്കിലോ? ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഏത് ഫ്ലൈറ്റും എപ്പോഴേലും പൊട്ടിത്തെറിക്കാം, ഏത് വണ്ടി ഏത് സമയത്തും ആക്സിഡൻറ്റിൽ പെടാം, ഏത് മനുഷ്യനും ഹാർട്ട് അറ്റാക്ക് വരാം, ഏത് മനുഷ്യനും ക്യാൻസർ വരാം, ഏത് മനുഷ്യനൊരു അത്യാഹിതം പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാം. ഞാൻ മറ്റുള്ളവർ മരിക്കുന്നതിൻ്റെ പേപ്പറിൽ വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും, ഞാൻ മരിക്കില്ല, ഇത് പിശാചിൻ്റെ വലിയ തന്ത്രമാണ്. എന്നാൽ അത് മരിക്കുമെന്നോർത്ത് പേടിച്ച് ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് കൈമാറിയിരിക്കുന്നു. എനിക്കിനി ജീവിക്കേണ്ട കർത്താവേ, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ക്രിസ്തുവിനായി ജീവിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തമായ തീരുമാനം ആർക്കെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു പുതിയ തീരുമാനത്തോടെ ഇന്ന് നമുക്ക് ഹോൾ വിട്ട് പുറത്തു പോകണം. പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കൂ, ഉണർന്നിരിക്കൂ. ദൈവത്തിന് സ്തോത്രം.